ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. പക്ഷെ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാന കാരണമുണ്ട് ഗൈസ്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണുക. അപ്പോൾ ഏകദേശം എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ആക്കിയതിൻ്റെ മെയിൻ കാരണം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പം പെട്ടെന്ന് അതിലും ആഡായി ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായെന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും വീട്ടിലിരുന്ന് ഇപ്പം എനിക്കൊരു ജോബ് പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല, ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്കൊരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. അത് ഈ ദുരുദ്ദേശത്തോടു കൂടിയും തുടങ്ങിയെന്നല്ല. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞിട്ട് 10th തൊട്ടിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടായിരുന്നു. ബട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അക്കൗണ്ട് ഏതോ ഒരുത്ത ഹാക്ക് ചെയ്തു. പിന്നെ ഞാൻ അത് തിരിച്ച് പിടിക്കാനോ ഒന്നിനും ഞാൻ നിന്നില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അക്കൗണ്ട് വിട്ടു. പിന്നെ എനിക്ക് ഫേസ്ബുക്കേ വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് റീസെൻ്റ്ലി ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി, ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ കിട്ടുന്ന ലൈക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 50 ഇല്ല ഒരു 60 അങ്ങനെയൊക്കെയാണ് കിട്ടാറുള്ളത്. മെയിൻലി ഞാൻ വന്ന സ്റ്റോറിയിൽ പോലും ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്, നിങ്ങൾ എൻ്റെ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഒരാളെ നല്ല കണ്ടൻറ്റൊക്കെ കണ്ട് അവരെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ വേറെ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പം എനിക്ക് കുറേ റിക്വസ്റ്റ് ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിൽ കൂടെയും എനിക്ക് ഇങ്ങനെ ചറപ്പറ കോൾസ്, വീഡിയോ കോൾസ്, മെസ്സേജുകൾ ഒരു പ്രാവശ്യം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കോള് വിളിച്ച് സംസാരിക്കാനോ ചാറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങി. എനിക്കതിന് ആവശ്യവും ഇല്ല, എനിക്കതിന് നേരവും ഇല്ല. എനിക്ക് എൻ്റെ കാര്യം പോലും നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടണില്ല. അപ്പോൾ എനിക്ക് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട്, ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ അക്കൗണ്ട് എടുത്തത്. അപ്പോൾ അതിൽ ബാഡായിട്ട് വന്നിട്ട് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജുകളൊക്കെ കാണാറുണ്ട്, ഞാൻ ഈ കോൾസൊക്കെ കാണാറുണ്ട്. ചില സമയത്ത് എനിക്ക് അത് പറയാൻ പറ്റില്ല, ദേഷ്യം. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഇനി എനിക്ക് ഇങ്ങനത്തുള്ള മെസ്സേജസും കോൾസും നിങ്ങൾ അയക്കാതിരിക്കുക. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കും. ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുമ്പോഴത്തേക്കും അതിലൊരു വരുമാനം കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അത് ഞാൻ വേറൊരു ഉദ്ദേശത്തോടെ ഞാനൊരു ബാഡായിട്ടുള്ള ഒരു കമൻറ്റോ ഒരു പോസ്റ്റോ പോലും എൻ്റെ അക്കൗണ്ടിലില്ല. പിന്നെ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഓരോ മെസ്സേജുകൾ എനിക്ക് അയക്കുന്നത്? എന്ത് ബാഡായിട്ടുള്ള മെസ്സേജുകളാണ് എനിക്ക് വരുന്നതെന്നറിയോ? സോ ഇപ്പം സ്ത്രീകൾ അനുഭവിക്കണം, നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഫ്രണ്ട്സും സഹോദരിമാരും ഒക്കെ ഇല്ലേ? ഇവരിതുപോലെ യൂസ് ചെയ്യുമ്പോൾ മറ്റൊരുത്തം വന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഒരു വികാരം എന്തായിരിക്കും? നിങ്ങളുടെ ഒരു വിചാരമൊക്കെ എന്തായിരിക്കും? നിങ്ങൾ നല്ല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെയും കാണുക. ഇന്ന് സ്ത്രീ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണിത്. ദയവ് ചെയ്ത് മറ്റുള്ളവരെ നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കും. 4000 സംതിങ് ഫോളോവേഴ്സ് ഉള്ള എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കിട്ടുന്ന ലൈക്സുകൾ ഇത്രയൊക്കെയാണ്. പക്ഷേ ഞാൻ ഒരു സ്റ്റോറി ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് വരുന്ന ടെക്സ്റ്റിൽ വരുന്ന കോഴിച്ചൊരിയുടെ ചേട്ടന്മാരുടെ കമൻസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധിയാണ്. നിങ്ങളതെനിക്ക് എൻ്റെ പോസ്റ്റിലൂടെ ഷെയർ ചെയ്യൂ. എന്തിനാണോ ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കുന്നത്? ഇനി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കരുത്, കോൾ ചെയ്യരുത്, വീഡിയോ കോൾ ചെയ്യരുത്. ഇത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു ദുരുദ്ദേശത്തോടു കൂടിയ ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലല്ല, ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അങ്ങനെയൊക്കെ ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ വന്ന് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുക. എനിക്കതിന് നേരവും ഇല്ല, സമയവും ഇല്ല, ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.